ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1ൻ്റെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആയിരിക്കും. സോ നമുക്കിപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കോഴ്സ് ഔട്ട്കംസ് എന്ന് നോക്കാം. സോ സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും രണ്ട് പോർഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ, അങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സും, അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജിയുമാണ്. സോ നമുക്ക് ഓരോ പോർഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. എന്താണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ഹാവിങ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. സോ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ തന്നെ നമുക്ക് മെറ്റൽസും നോൺ മെറ്റൽസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ മെറ്റൽസിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീല്, അലൂമിനിയം, കോപ്പർ, അങ്ങനെയുള്ള മെറ്റൽസ് നമ്മൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നോൺ മെറ്റൽസ് ആയിട്ടുള്ള ഗ്ലാസ്, വുഡ്, റബ്ബർ, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള നോൺ മെറ്റൽസും നമ്മൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ടുഗദർ ദിസ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഈസ് കോൾഡ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഇനി എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ എഫക്ട്സിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലോഡിനും എഗൻസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റൻസിനെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷനിലും ഓരോ പ്രോപ്പർട്ടീസ് ആയിരിക്കും യൂസ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് നമ്മൾ സ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പം നോക്കാം ഏതൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്ടിലിറ്റി, ബ്രിട്ടിൽനെസ്, മാലബിലിറ്റി, ടഫ്നെസ്, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇലാസ്റ്റിസിറ്റി? നമുക്കറിയാം എല്ലാ മെറ്റീരിയലിലും നമ്മളൊരു ലോഡ്, എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയലിന് ഡിഫോർമേഷൻ ഉണ്ടാവും. സോ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലോ ചില ബോഡീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് which undergoes deformation when an external load is coming on it, and it regains its original shape when the external load is removed. So every material undergoes some deformation when it is subjected to external load, and while removing the external load, internal resistance vanishes and the body brings back to its original shape within certain elastic limit. So this is an important point ആണ്. So ഒരു ബോഡി ഏതൊരു ഫോഴ്സിനും അത് ഇനിഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യത്തില്ല. ഒരു പർട്ടിക്കുലർ ലിമിറ്റിനകത്തുള്ള ഫോഴ്സിൽ മാത്രമേ അത് അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യത്തുള്ളൂ. സോ ആ ലിമിറ്റിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മളൊരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നതാണ്. The property of certain materials of returning back to their original position after removing the external force is known as the elasticity. The body is said to be perfectly elastic, return back completely its original shape and size after the removal of external forces. ഒരു ബോഡി അതിൻ്റെ കംപ്ലീറ്റ് ഷേപ്പും സൈസും എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പം റീഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ഇലാസ്റ്റിസിറ്റി ആണ്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയലിന് ഡിഫോർമേഷൻ സംഭവിക്കും. ബട്ട് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോഡി അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നില്ല. ഏതൊരു അവസ്ഥയിൽ അത് ഡിഫോർമേഷൻ സംഭവിച്ചോ ആ അവസ്ഥയിൽ തന്നെ തുടരുന്നതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിസിറ്റി ഈസ് ദി കോൺവേഴ്സ് ഓർ ഓപ്പോസിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. A material in the plastic state is permanently deformed by the application of load, and it has no tendency to recover its original shape. The characteristics of material by which it undergoes inelastic strain beyond those at the elastic limit is known as the plasticity. So it is the property of material to go ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡക്ടിലിറ്റി ആണ്. സോ ഡക്ടിലിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡക്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു ഡ്രോൺ ഇറ്റ് ഇൻ ടു വയേഴ്സ്. അതായത് ഒരു മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ ഫോം ഓഫ് എ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത്.
So ductility is the characteristics which permit a material to be drawn out longitudinally to a reduced section under the action of tensile force. ഒരു ടെൻസൈൽ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ കൊണ്ട് ഒരു മെറ്റീരിയലിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുക. അതായത് ഒരു ബാറിനെ നമ്മൾ എക്സ്റ്റേണൽ ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വലിച്ചു നീട്ടുകയാണ് ചെയ്യുന്നത്. വലിച്ചു നീട്ടുമ്പോൾ ഓൾറെഡി നമുക്കറിയാം ലെങ്ത് കൂടും, അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. സോ അങ്ങനെ വലിച്ചു നീട്ടാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ ഡക്ടിലിറ്റി എന്ന് പറയുന്നത്. എ ഡക്റ്റൈൽ മെറ്റീരിയൽ മസ്റ്റ് ഓഫ് നെസസിറ്റി possess a high degree of plasticity and strength. ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കുന്ന രണ്ട് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, ഇറ്റ് ഹാസ് ടു പോസസ് എ ഹൈ ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്ട്രെങ്ത്. ഓക്കെ, ഒരു ഡക്റ്റൈൽ മെറ്റീരിയല് സഫീഷ്യന്റ് സ്ട്രെങ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകും. സോ അത് സംഭവിക്കരുത്. അതുപോലെ തന്നെ സഫീഷ്യന്റ് ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി ഷുഡ് ബി ദെയർ, അതർവൈസ് മെറ്റീരിയൽ ഷുഡ് നോട്ട് പോസസ് ductility. Ductility is measured in the tensile test of a specimen of the material, either in terms of percentage elongation or in terms of percentage reduction in cross sectional area of the specimen. നമ്മൾ ഡക്ടിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ടെൻഷൻ ടെസ്റ്റ് ആണ്. ഒരു ടെൻഷൻ ടെസ്റ്റിന്റെ സെറ്റപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡക്ടിലിറ്റി മെഷർ ചെയ്യുന്നത്. അത് മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ ഓർ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ ആയിരിക്കും. സോ എന്താണ് ഈ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ? സോ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു ബാറിൽ ഇനിഷ്യലി ഒരു പർട്ടിക്കുലർ ലെങ്ത്, സേ 10 സെൻറ്റിമീറ്റർ നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ആ മെറ്റീരിയലിൽ നമ്മൾ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഒബ്വിയസ്ലി ടെൻഷൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയലിന് ഇലോങ്ങേഷൻ സംഭവിക്കും. നമ്മൾ ഇനിഷ്യലി മാർക്ക് ചെയ്ത 10 സെൻറ്റിമീറ്റർ ആയിരിക്കില്ല അതിന് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത്. സോ അതൊരു 13 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇനിഷ്യലി 10 സെൻറ്റിമീറ്റർ ആയിരുന്നു. ആ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആയിട്ട് ആഫ്റ്റർ ടെൻഷൻ കഴിഞ്ഞപ്പോൾ മാറി. സോ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ എങ്ങനെയാണ്? പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ ഈസ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 100. സോ ചേഞ്ച് ഇൻ ലെങ്ത് is 13 minus 10 divided by initial length is 10 into 100. So we get 30%. So 30% elongation is happening when the tension test is performed. That is called the percentage elongation. That is used as one of the measure of ductility. And the second term is called a percentage reduction in area. So ഈ percentage reduction in area നമുക്ക് സെയിം ഒരു മെഷർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് നമ്മൾ ഒരു ഇനിഷ്യൽ ക്രോസ് സെക്ഷൻ ഏരിയ A0 എന്ന് മാർക്ക് ചെയ്യും. ടെൻഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ ഏരിയ A1 എന്നാണെന്ന് വിചാരിക്കുക. So A0 minus A1 is the change in area. So change in area divided by original area into 100. That is called a percentage reduction in cross section area. So the percentage reduction cross section area is change in area, that is A0 minus A1 divided by A0 into 100. That is also used as a measure of ductility. Next property is called brittleness. So brittleness എന്ന് പറയുന്നത് it is the lack of ductility എന്ന് പറയാം. അതായത് ഒരു മെറ്റീരിയലിന് ഡക്റ്റൈൽ നേച്ചർ ഒട്ടും തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ബ്രിട്ടിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്ലാസ്. സോ ഗ്ലാസ്സിൽ നമ്മളൊരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. സോ അങ്ങനെയുള്ള നേച്ചറിനെയാണ് നമ്മൾ ബ്രിട്ടിൽ നേച്ചർ എന്ന് പറയുന്നത്. So brittleness implies the lack of ductility, and in a brittle material the failure takes place under the load without significant deformation. Brittle fracture takes place without warning and the property is generally highly undesirable. നമുക്കറിയാം ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് സഫിഷ്യന്റ് ഡിഫോർമേഷൻ സംഭവിച്ചതിന് മാത്രമേ അത് ബ്രേക്ക് ആകത്തുള്ളൂ. ബട്ട് ബ്രിട്ടിൽ മെറ്റീരിയൽ അങ്ങനെ ആയിരിക്കില്ല. അത് സിഗ്നിഫിക്കൻറ്റ് ഡിഫോർമേഷൻ ആവുന്നതിന് മുമ്പിട്ട് തന്നെ അത് ബ്രേക്ക് ആയി പോകുന്നതായിരിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടി, ഒരു ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ പർപ്പസിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി അൺഡിസൈറബിൾ ആയിരിക്കും. നമ്മൾ എപ്പോഴും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ആ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യുന്നതിന് മുമ്പിട്ട് സഫിഷ്യൻറ്റ് വാർണിങ്സ് അത് പ്രൊവൈഡ് ചെയ്യണം. സോ ഒരു ഒക്യുപ്പൻസിന്, ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്യുപ്പൻസിന് സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു അഡിക്വേറ്റ് ടൈം ആ സ്ട്രക്ചർ ഫെയിൽ ആവുന്നതിന് മുമ്പിട്ട് അത് നൽകണം. അതാണ് നമ്മളൊരു ഡക്റ്റൈൽ ഫെയിലിയർ ആയിരിക്കും എപ്പോഴും ഒരു സ്ട്രക്ചറിന് പ്രിഫർ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിട്ടിൽ ഫെയിലിയർ. സോ ബ്രിട്ടിൽ ഫെയിലിയർ വിൽ ബി സഡൻ. അതായത് ഒരു മെറ്റീരിയലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതിനാണ് ബ്രിട്ടിൽ നേച്ചർ പറയുന്നത്. സോ ബ്രിട്ടിൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്ട്രക്ചറിൽ പ്രിഫർ ചെയ്യാറില്ല. സോ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറൽ ഡിസൈൻ 1 എന്ന് പറഞ്ഞ 5th സെമിസ്റ്ററിലെ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്.
ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാലിബിലിറ്റി ആണ്. സോ മാലിബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അടിച്ചു പരത്താനുള്ള കഴിവാണ്. പൊട്ടിപ്പോവാതെ അടിച്ചു പരത്താനുള്ള കഴിവിനെയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. സോ മാലിബിലിറ്റി ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് പെർമിറ്റ് ദ മെറ്റീരിയൽ ടു ബി എക്സ്റ്റെൻഡഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് വിത്തൗട്ട് റപ്ചർ. റപ്ചർ സംഭവിക്കാതെ ആ മെറ്റീരിയലിനെ എല്ലാ ഡയറക്ഷനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. എ മാലിബിൾ മെറ്റീരിയൽ possesses high degree of plasticity but not necessarily a great strength. This property is utilized in many operations such as forging and hot rollings. So ഒരു malleable material sufficient strength ഉണ്ടാവണമെന്നില്ല, but it possesses a high degree of plasticity and the property is utilized in many operations like forging, hot rolling. ഫോർജിങ്, ഹോട്ട് റോളിംഗ് പോലുള്ള മെക്കാനിക്കൽ ഓപ്പറേഷൻസിൽ ഈ ഒരു മാലിബിൾ പ്രോപ്പർട്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടഫ്നെസ് ആണ്. സോ ടഫ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വിച്ച് ഇസ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദി മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു ഷോക്ക് ഓർ സൈക്ലിക് ലോഡിംഗ്. ഷോക്ക് അല്ലെങ്കിൽ സൈക്ലിക് ലോഡ് ആപ്ലിക്കേഷൻ വരുന്ന കമ്പോണൻസിൽ ടഫ്നെസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. So toughness is a property of a material which enable it to absorb energy without fracture. ഫ്രാക്ചർ സംഭവിക്കാതെ അതിന് എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടോ ആ കഴിവിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. ദിസ് പ്രോപ്പർട്ടി ഈസ് വെരി ഡിസൈറബിൾ ഇൻ കമ്പോണൻറ്റ് സബ്ജക്റ്റഡ് ടു സൈക്ലിക് ഓർ ഷോക്ക് ലോഡിംഗ്. സൈക്ലിക് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക്കലി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്, ചേഞ്ചിങ് നേച്ചർ. അതായത് ഒരു ഹാഫിൽ പോസിറ്റീവ് ഡയറക്ഷനുള്ള സ്ട്രെസ്സും അതർ ഹാഫിൽ നെഗറ്റീവ് ഡയറക്ഷൻ വരുന്നത്. സോ അങ്ങനെയുള്ള ഇതിനെയാണ് സൈക്ലിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷോക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടൈമിൽ, ഒരു ഇൻസ്റ്റന്റേനിയസ് ടൈമിൽ വലിയ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ലോഡ് വരുന്നതിനാണ് നമ്മൾ ഷോക്ക് ലോഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കമ്പോണൻറ്റ്, അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെക്കാനിക്കൽ ഗിയേഴ്സ്. മെക്കാനിക്കൽ ഗിയേഴ്സിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുമ്പോൾ ടഫ്നെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ കൂടുതൽ നോക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് കട്ടി എന്നാണ്. സോ കട്ടിയല്ല, ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഇൻഡന്റേഷൻ ഓർ സർഫസ് അബ്രേഷൻ. So hardness is the ability of a material to resist indentation or surface abrasion. The test on hardness may be classified into scratch test and indentation test. ഒരു മെറ്റീരിയലിൽ നമ്മളൊരു സർഫസിൽ ഒരു സ്ക്രാച്ച് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ പോലുള്ള ഇൻഡന്റേഷൻ ഉണ്ടാക്കുകയോ ശ്രമിക്കുമ്പോൾ ആ മെറ്റീരിയൽ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ആക്ഷൻ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് സ്ക്രാച്ച് ടെസ്റ്റ് ഉണ്ട്, ഇൻഡന്റേഷൻ ടെസ്റ്റും ഉണ്ട്. സോ ഇൻഡന്റേഷൻ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. 2 ടെസ്റ്റ് ഉണ്ട്, ഒന്ന് ബ്രിഡൽ ഹാർഡ്നെസ് ടെസ്റ്റും അതുപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് സ്ട്രെങ്ത്. സോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഓരോ മെറ്റീരിയലിനും അല്ലെങ്കിൽ ഓരോ കമ്പോണൻസിനും ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ആ സ്ട്രെങ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൽ വരുന്ന ലോഡിനേക്കാൾ കൂടുതലുമായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കോമ്പോണൻറ്റ് ഓർ മെറ്റീരിയൽ സേഫ് ആയിട്ട് ആ ലോഡ് ക്യാരി ചെയ്യത്തുള്ളൂ. ലോഡ് റിക്വയർഡ് ടു കോസ് ഫ്രാക്ചർ divided by the area of the test specimen is termed as the ultimate strength of the material. എന്താണ്? ഒരു മെറ്റീരിയൽ എടുക്കുന്നു, ഇപ്പോൾ ഒരു ബ്രിക്ക് ആണെന്ന് വിചാരിക്കുക. ആ ബ്രിക്കിനെ നമ്മൾ ലോഡ് ചെയ്യാൻ പോവാം. സോ ലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും. സോ അതിൻ്റെ ഒരു ഫേസിൽ നമ്മൾ കംപ്രഷൻ ലോഡ് അപ്ലൈ ചെയ്യുക, കംപ്രഷൻ ഓർ പ്രസ്സിംഗ് ലോഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ മെറ്റീരിയൽ ഒരു സർഫസിൽ വെച്ചതിന് ശേഷം നമ്മൾ ടോപ്പ് സർഫസ് ഫുള്ളായിട്ട്, ഒരു ബ്രിക്കിൻ്റെ ടോപ്പ് സർഫസ് ഫുള്ളായിട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏത് ലോഡിനാണോ ആ ബ്രിക്ക് ക്രഷ് ചെയ്ത് പോകുന്നത് ആ ലോഡ് നമ്മൾ നോട്ട് ചെയ്യും. ആ ലോഡാണ് ക്രഷിംഗ് ലോഡ് അല്ലെങ്കിൽ ഫ്രാക്ചർ ലോഡ് എന്ന് പറയുന്നത്. ആ ലോഡ് ഡിവൈഡഡ് ബൈ ദി കോണ്ടാക്ട് ഏരിയ. എത്രത്തോളം ഏരിയയിലാണോ നമ്മൾ ലോഡ് കൊടുക്കുന്നത് ആ ഏരിയയാണ് കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത്. സോ ഫ്രാക്ചർ ലോഡ് ഡിവൈഡഡ് ബൈ ദി കോണ്ടാക്ട് ഏരിയ ഓഫ് ദ സ്പെസിമെൻ ഈസ് ടേംഡ് ആസ് ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഒരു 6 പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. ഒരു മെറ്റീരിയൽസിൽ നമ്മളൊരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന മെക്കാനിസം എന്താണെന്നാണ് നോക്കുന്നത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ഫിഗർ എടുത്തിട്ടുണ്ട്. ഒരു സർഫസിൽ നിന്നും ഒരു വയർ ഹാങ് ചെയ്തിരിക്കുന്നുണ്ട്. ആ വയറിൻ്റെ ഒരറ്റം ഞാനൊരു വെയിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റ് W ആണ്. നമുക്കറിയാം ഈ W വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ട്
കുറച്ച് കഴിയുമ്പോൾ ഈ വയർ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇലോങ്ങേറ്റ് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. സോ ഒരു ഇലോങ്ങേഷൻ സംഭവിച്ചിട്ടുണ്ടാവും ഈ വെയിറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ. സോ ഈ വെയിറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ഇലോങ്ങേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ എത്ര നേരം അത് ലാസ്റ്റ് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെയൊക്കെ ആയിരിക്കും? ഒന്ന് ഈ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ തന്നെ ഈ നേച്ചർ ഓഫ് വയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഈ വയർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എത്രയാണെന്നുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം എവറി മെറ്റീരിയൽ ഇലോങ്ങേറ്റ്സ് ഡ്യൂ ടു the load, and the elongation depends on the load and nature of wire and area of cross section of the wire. It has been found that a coercive force between the molecules of wire set up a resistive force against the deformation due to load. So എപ്പോഴാണ് നമ്മുടെ ഇലോങ്ങേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ, അതായത് വയർ മെറ്റീരിയലിനകത്തുള്ള മോളിക്യൂൾസ് തമ്മിൽ ഒരു കോഷൻ അട്രാക്ഷൻ ഉണ്ട്. അതായത് പരസ്പരം മോളിക്യൂൾ തമ്മിലുള്ള ഒരു അട്രാക്ഷനാണ് കോഷൻ അട്രാക്ഷൻ എന്ന്, അല്ലെങ്കിൽ കോസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കോസീവ് ഫോഴ്സ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. സോ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊണ്ടായിരിക്കും നമ്മുടെ ഡിഫോർമേഷൻ സ്റ്റോപ്പ് ആവുന്നത്. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഈ വെയിറ്റും കോസീവ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റൻസും ബാലൻസ് ചെയ്യപ്പെടും. ആൻഡ് ദ പ്രോസസ് ഓഫ് ഡിഫോർമേഷൻ സ്റ്റോപ്സ് വെൻ ദി റെസിസ്റ്റീവ് ഫോഴ്സ് ബിക്കം ഈക്വൽ ടു ദി എക്സ്റ്റേണൽ ലോഡ്. ഇതാണ് ഇവിടെ നടക്കുന്ന മെക്കാനിസംസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെസ്. എന്താണ് സ്ട്രെസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. സോ ഈ ഫിഗറിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബാറാണ്. ഓക്കെ, ബാറിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇവൻ റെക്ടാങ്കുലർ, സർക്കുലർ ഓർ സ്ക്വയർ ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇത് അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെയാണ് വരുന്നത്. സോ അങ്ങനെ ഒരു ബാർ എടുത്തിട്ടുണ്ട്. ഈ ബാറിൽ ഞാനൊരു ടെൻസൈൽ ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വലിവാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ രണ്ട് എൻഡിലും ഈക്വൽ ലോഡായ പി ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ടെൻസൈൽ ലോഡ് പി. ഇനി ഞാൻ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് എക്സ് സെക്ഷൻ. സോ ഈ സെക്ഷനിൽ ഞാൻ ഈ ബോഡിയെ ഇമാജിനറി ആയിട്ട് കട്ട് ചെയ്യുന്നു. സോ നോട്ട് ദി പോയിന്റ്, ഇറ്റ് ഈസ് കട്ട് അറ്റ് ഇമാജിനറി. ആക്ച്വലി കട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇമാജിനറി ഒരു സെക്ഷൻ എടുത്തിട്ട് ഇത് രണ്ട് സെപ്പറേറ്റ് പീസായിട്ട് മാറ്റാൻ പറ്റും. സോ വൺ പീസിൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് പി. സോ ഈ ഫോഴ്സിനെ ഈ ഒരു ക്രോസ് സെക്ഷനിൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു കോസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമെന്ന്. ആ കോസീവ് ഫോഴ്സ് കൊണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആർ ഡെവലപ്പ് ചെയ്യും. സോ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. അതുപോലെ തന്നെ അതർ സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ലോഡിനെ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ബാലൻസ് ചെയ്യും. സോ ഏതൊരു സെക്ഷനിലും ഈ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്തിരിക്കും. So whenever some external forces acts on a body, it undergoes some deformation. And as the body undergoes deformation, its molecules set up some resistance to deformation. And the resistance per unit area of the cross section is known as the stress. So resistance എന്ന് പറയുന്നത് നമുക്കറിയാം R ആണ്. So equilibrium condition എത്തുമ്പോൾ എന്താണ് ഈ resistive force എന്ന് പറയുന്നത് it will be balanced with the external load. External ലോഡിന് ഈക്വൽ ആയിട്ടായിരിക്കും R വരുന്നത്. ഓക്കെ, അപ്പോഴാണ് ഡിഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് റെസിസ്റ്റീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷൻ ഫുള്ളായിട്ടായിരിക്കും ഈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ആ ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് ആർ, that will be equal to the external force P divided by the area of cross section is known as the stress. Okay, in mathematical terms we can write it is sigma. Sigma is called the stress, or specifically the normal stress. So sigma is equal to P divided by area. So why this P comes? Because P is our external load. The resistance divided by the area is actually stress. The resistance will be equal to P in equilibrium conditions. So that's why we are using P here. So P divided by the cross sectional area is known as the stress. Okay, P is the actual load and area is the area of cross section. ഇനി യൂണിറ്റിലോട്ട് പോവാം. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. സോ ഇറ്റ് ഈസ് സിമിലർ ടു ദി പ്രഷർ. ഓക്കെ, ഇൻ SI സിസ്റ്റം ദി യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് സിമിലർ ടു ദി പ്രഷർ യൂണിറ്റ്, ദാറ്റ് ഈസ് പാസ്കൽ. സോ പ്രഷറിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്. സോ 1 പാസ്കൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്.
ബട്ട് ഇൻ അവർ പ്രോബ്ലംസ് മെഗാ പാസ്കൽ ഗിഗാ പാസ്കൽ എന്ന് പറയുന്ന ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ മെഗായും ഗിഗായും ഒക്കെ ഒരു പ്രിഫിക്സ് ആണ്. സോ അതിന്റെ വാല്യൂ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത 10⁶ നമ്മൾ മെഗാ എന്ന് പറയുന്നത്. അതുപോലെ 10⁹ നമ്മൾ ഗിഗ എന്ന് പറയുന്നത്. 10⁶ പാസ്കലിനെയാണ് മെഗാ പാസ്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10⁹ പാസ്കലിനെയാണ് ഗിഗാ പാസ്കൽ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോബ്ലം ന്യൂട്ടണും എമ്മും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോഴ്സിന്റെ വാല്യൂ ന്യൂട്ടണിലും അതുപോലെ ബാക്കിയുള്ള യൂണിറ്റ് എല്ലാം എമ്മിലും ആയിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മീറ്റർ ഫോർ ഗെറ്റിംഗ് ദി സൊല്യൂഷൻ. ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കാം. ഒരു മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ mm² ഈക്വലും ഒരു ഗിഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ പെർ mm² ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ 10⁻³ ന്യൂട്ടൺ പെർ mm² ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ജസ്റ്റ് ഓർത്തിരിക്കുക, ഒരു മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ mm² ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഗിഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ പെർ mm² ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആണ്. ഓക്കെ, so stress is basically classified into normal stress and shear stress. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കിയതുപോലെ തന്നെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് ക്രോസ് സെക്ഷന് നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് നോർമൽ ആയിട്ടാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ പറയുന്നത് നോർമൽ സ്ട്രെസ് എന്നായിരിക്കും. അതുപോലെ മറ്റൊരു സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. നമുക്ക് നോർമൽ സ്ട്രെസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The normal stress is one which acts in a direction perpendicular to the area. The normal stress is further divided into tensile stress or compressive stress based upon the nature of the external load. External load apply ചെയ്യുന്നതിന്റെ നേച്ചറിനെ അനുസരിച്ചായിരിക്കും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ടെൻസൈൽ ആണോ കംപ്രസീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ടെൻസൈൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. സോ ടെൻസൈൽ സ്ട്രെസ് is a stress induced in a body when it is subjected to two equal and opposite pulls as shown in the figure. അതായത് നമുക്കൊരു ഈ നീല ഔട്ട്ലൈൻ കാണുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയുടെ രണ്ട് എൻഡിലും നമ്മളൊരു ഈക്വൽ പുള്ള് അപ്ലൈ ചെയ്യുന്നു. സോ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്രോസ് സെക്ഷനിൽ റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യും. ഫൈനൽ ഷേപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, so the tensile stress എന്ന് പറയുന്നത് the stress induced in a body when it is subjected to two equal and opposite pulls as shown in the figure is known as the tensile stress. അടുത്തായിട്ട് compressive stress എന്താണെന്ന് നോക്കാം. The stress induced in a body when it is subjected to two equal and opposite pushes as shown in the figure is known as the compressive stress. So ഈ tensile stress ആയുള്ള ഡിഫറൻസ് എന്താണ്? ഈ ഒരു കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് two equal and opposite pushes ആണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയും. ഈ ഒരു മെറ്റീരിയലിനെ കംപ്രസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇനിഷ്യലി ഈ ബ്ലൂ ഔട്ട്ലൈൻ ഉള്ള ബോഡി എന്ന് പറയുന്നത് ഫൈനൽ ഷേപ്പ് ഇങ്ങനെ അറ്റൈൻ ചെയ്യുന്നതായിരിക്കും. സോ അതിന്റെ ലെങ്ത് കുറയും, അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടും. ഈ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. സോ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് വിൽ ബി നോർമൽ ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി compressive in nature. The stress induced in a body when it is subjected to two equal and opposite pushes is known as the compressive stress. അടുത്തായിട്ട് നമുക്ക് ഷിയർ സ്ട്രെസ് നോർമൽ സ്ട്രെസ് എങ്ങനെ ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the shear stress is a stress induced in a body when it is subjected to two equal and opposite forces which are acting tangentially across the resisting section as shown here. സോ ഫിഗർ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫിഗറിൽ രണ്ട് പ്ലേറ്റ് ഉണ്ട്. സോ രണ്ട് പ്ലേറ്റ് അസ്യൂം ചെയ്യാം. ഈ പ്ലേറ്റിൽ ഞാനൊരു ഹോള് ഡ്രിൽ ചെയ്യുന്നു. ഹോള് ഡ്രിൽ ചെയ്തതിന് ശേഷം ഇതെന്ന് പറയുന്നത് ഒരു പഴയ ടൈപ്പ് കണക്ഷൻ ആണ്. ഇറ്റ്സ് കോൾഡ് റിവറ്റഡ് കണക്ഷൻസ്. റിവറ്റഡ് കണക്ഷൻ ഇപ്പം അധികം യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റെഡ് നമ്മളിപ്പം ബോൾട്ട് ആണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇതൊരു ബോൾട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഹെഡ് പോർഷൻ ഉണ്ട്, ഇതൊരു ഷാഫ്റ്റ് ആണ്. സോ ഇവിടെ ഒരു സാധാരണ കേസിൽ നമുക്കൊരു നട്ടും വരുന്നുണ്ട്. സോ ബോൾട്ടും നട്ടുമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മളിപ്പം എന്താണ് ഷിയർ സ്ട്രെസ് എന്നാണ് നോക്കാൻ പോണത്. സോ നമുക്കറിയാം ഈ ഒരു പ്ലേറ്റിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഇങ്ങനൊരു പുള്ളാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഈക്വൽ പുള്ളും അപ്ലൈ ചെയ്യുന്നു. സോ ഈ ഒരു ഷാഫ്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപ്പർ പോർഷനിലെ ലെഫ്റ്റിലോട്ടും ലോവർ പോർഷനിലെ റൈറ്റിലോട്ടും ഒരു പുൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്.
സോ അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൽ എഫക്റ്റീവ് ആയിട്ട് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ലോഡ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ഈ ഒരു കോമൺ സർഫസ്, അതായത് ഈ ടോപ്പ് പോർഷന്റെയും ബോട്ടം പോർഷന്റെയും കോമൺ സർഫസ് ആയിട്ട് വരുന്നത് ഈ ഒരു പോർഷൻ ആണ്. സോ ഈ ഒരു പോർഷനിൽ മെറ്റീരിയൽ രണ്ടായിട്ട് ഷിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് ഷിയർ സ്ട്രെസ്? ഷിയർ സ്ട്രെസ് is a stress induced in a body when subjected to two equal and opposite forces which are acting tangentially across the resisting section. ഒരു ബോഡിയിൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ടാൻജൻഷ്യലി ആക്ട് ചെയ്യുമ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ഷിയർ സ്ട്രെസ്, ദി ബോഡി ടെൻസ് ടു ഷിയർ ഓഫ് അക്രോസ് ദി സെക്ഷൻ ആസ് ഷോൺ ഇൻ ദി ഫിഗർ, ഓർ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഷിയർ സ്ട്രെസ്. സോ ഈ ഒരു കോമൺ പോർഷനിലാണ് ഇത് ഷിയർ ചെയ്ത് മാറുന്നത്. ഓക്കെ, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഷിയർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഷിയർ ഏരിയ. ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് ലോഡിനാണോ ഈ മെറ്റീരിയൽ ഷിയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഷിയർ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഷിയർ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഷിയർ സംഭവിക്കുന്ന മെറ്റീരിയലിന്റെ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷനെയാണ്. സോ ഈ ഒരു ഷാഫ്റ്റ് ആണ് ഇവിടെ ഷിയർ സംഭവിക്കുന്നത്. ആ ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടുത്തെ ഷിയർ ഏരിയ എന്ന് പറയുന്നത്. സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് π/4 d² ആയിരിക്കും നമ്മുടെ ഷിയർ ഏരിയ. സോ ഷിയർ സ്ട്രെസ് is a stress induced in a body when it is subjected to two equal and opposite forces acting tangentially across the section. സ്ട്രെസ് പോലെ തന്നെ മറ്റൊരു ഡെഫിനേഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് സ്ട്രെയിൻ നമുക്ക് നോക്കാം. സോ സ്ട്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. നേരത്തെ കൺസിഡർ ചെയ്ത ഒരു ഫിഗർ പോലെ തന്നെ L ലെങ്ത് ഉള്ള ഒരു ബാർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ L ലെങ്ത് ഒരു ബാറിനെ നമ്മൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ടെൻസൈൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ മെറ്റീരിയലിന് ഡെൽറ്റ എൽ ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ഇനിഷ്യൽ ലെങ്ത് L ആയിരുന്നെങ്കിൽ L പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് അതിന് ഡിഫോർമേഷൻ സംഭവിച്ചു ഡ്യൂ ടു ദിസ് ടെൻസൈൽ ഫോഴ്സ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ട്രെയിൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. whenever an external force acts on a body, it undergoes some deformation, and the change in dimension per the original dimension is known as the strain. സോ ഇതിനകത്ത് നമുക്കറിയാം രണ്ട് ഡയറക്ഷൻ ഉണ്ട്, ലെങ്ത് ഡയറക്ഷനും ഉണ്ട്, അതുപോലെ ക്രോസ് സെക്ഷനും ഉണ്ട്. സോ ക്രോസ് സെക്ഷൻ ഇതൊരു സർക്കുലർ ആണെങ്കിൽ അതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. സോ ഡയമീറ്ററിലും നമുക്കറിയാം ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. സോ ലെങ്ത് കൂടുമ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറയുന്നുണ്ട്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ലെങ്ത് വൈസിലുള്ള സ്ട്രെയിൻ മാത്രമാണ്. സോ ലെങ്ത് വൈസിലുള്ള സ്ട്രെയിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ദി ഒറിജിനൽ ലെങ്ത്. സോ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ വിൽ ബി ദി ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിനെ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ എപ്സിലോൺ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ലീനിയർ സ്ട്രെയിൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ, ഓർ ദി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എൽ. ദിസ് ഇസ് കോൾഡ് എ സ്ട്രെയിൻ ഓഫ് എ മെറ്റീരിയൽ. ഡെൽറ്റ എൽ ഇസ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എ ബോഡി ഡ്യൂ ടു ദി ടെൻസൈൽ ഫോഴ്സ്, ആൻഡ് എൽ ഇസ് ദി ഒറിജിനൽ ലെങ്ത് ഓഫ് ദി ബോഡി. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹൂക്സ് ലോ ആണ്. ഹൂക്സ് ലോ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹൂക്സ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൂക്സ് ലോ states that when a material is loaded within elastic limit, the stress is proportional to strain. അതായത് ഒരു മെറ്റീരിയലിനെ അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിന് അകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് will be proportional to strain. Mathematically we can write stress is directly proportional to strain, or stress by strain is a constant. This constant E is called the modulus of elasticity or Young's modulus. And the Hooke's law is valid for both tension and compression. And E is called the modulus of elasticity or Young's modulus. The value of Young's modulus for the different material is listed in the table. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് സ്റ്റീലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ വാല്യൂ നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്ത് വെച്ചിരിക്കുക. സ്റ്റീലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓർ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 200 to 220 GPa ഓർ 200 to 220 kN/mm² ആയിരിക്കും. സോ ഈ വാല്യൂ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ പഠിച്ച ഹൂക്സ് ലോയെ നമ്മുടെ ഒരു
പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റുകയാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ പറയുന്നത് ഇറ്റ് ഈസ് stress is directly proportional to strain, or the Young's modulus or modulus of elasticity is equal to stress divided by strain ആണ്. സോ ഒരു ബാർ കൺസിഡർ ചെയ്യുന്നു. ആ ബാറിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഇസ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇറ്റ് ഇസ് നോർമൽ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് ദി normal stress. That value is P by A. And next പഠിച്ചായിരുന്നു ലീനിയർ സ്ട്രെയിൻ. അതായത് ഒരു മെറ്റീരിയലിന് ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഇലോങ്ങേഷൻ സംഭവിക്കും. ലെങ്ത് വൈസിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രെയിനെ ലീനിയർ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. സോ ലീനിയർ സ്ട്രെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഈസ് കോൾഡ് ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, നമ്മൾ ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So modulus of elasticity is equal to stress nu pagaram it is P by A, and strain nu pagaram it is change in dimension divided by, or change in length divided by original length L. Okay, idonna arrange ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? Modulus of elasticity is equal to PL by A delta എന്ന് കിട്ടുന്നതായിരിക്കും. Okay, modulus of elasticity is equal to the external load P into L is the length of the body, and A is the area of cross section, and delta is the deformation of the body due to the external load P. Okay, ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഡിഫോർമേഷൻ നമുക്കറിയാം. മെറ്റീരിയലിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ ഡെൽറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നു. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആയിരിക്കും. ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓരോ ടേം എന്താണ്? ഇറ്റ് ഇസ് പി ഈസ് എക്സ്റ്റേണൽ ലോഡ്, L is the length of the body, and A is the area of cross section, and E is the Young's modulus or modulus of elasticity of the body. So we get the elongation of the body under the external load. So നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ: എ സ്റ്റീൽ റോഡ് 1 meter long and 20 mm by 20 mm in cross section is subjected to a tensile force of 40 kilonewton. Determine the elongation of the rod if the modulus of elasticity for the rod material is 200 GPa. Okay, so question വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യനിൽ പറയുന്ന ഓരോ പാരാമീറ്റേഴ്സും നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നോട്ട് ചെയ്ത് പോവാം. സോ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫിഗർ കൂടെ ഇവിടെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാകും. സോ ഈ സ്റ്റീൽ റോഡ് 1 meter ലോങ്. നമ്മുടെ ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്, അതിന് 1 meter ലെങ്ത് ഉണ്ട്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 20 mm by 20 mm. സോ ഇതൊരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ആൻഡ് ഈ സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 40 kilonewton. സോ ടെൻസൈൽ ഫോഴ്സ് ആണ് ഈ മെറ്റീരിയൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 40 kilonewton ആണ്. ഡിറ്റർമിൻ ദി ഇലോങ്ങേഷൻ ഓഫ് ദി റോഡ് ഇഫ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ദി റോഡ് ഇസ് 200 GPa. So modulus of elasticity E is equal to 200 GPa, and we need to find the elongation of the rod. സോ ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ നോട്ട് ചെയ്യുന്നു. നമ്മുടെ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഓരോ പാരാമീറ്റേഴ്സിനെയും MM-ലോട്ടായിരിക്കും. ഒരു കോൺസ്റ്റന്റ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, എല്ലാ ഫോഴ്സിനെയും നമ്മൾ ന്യൂട്ടണിലും അതുപോലെ തന്നെ നമ്മൾ MM-ലോട്ടും കൺവേർട്ട് ചെയ്യുന്നു. സോ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 meter, സോ ഇറ്റ് ഇസ് 1000 mm, ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 20 mm by 20 mm. It is 400 mm square, and tensile force is given as 40 kilonewton. We are converting into Newton, so 40 into 10 raised to 3 Newton, and the modulus of elasticity E is 200 GPa. ഇത് ഞാൻ പറഞ്ഞിരുന്നു, GPaയിൽ നിന്ന് നമുക്ക് വേണ്ടത് Newton per mm സ്ക്വയറിലാണ്. സോ 200 GPa or 1 GPa എന്ന് പറയുന്നത് 1 kilonewton per mm square ആണ്, or 10 raised to 3 Newton per mm square ആണ്. സോ 200 GPa എന്ന് പറയുന്നത് 200 into 10 raised to 3 Newton per mm square എന്ന് നമുക്ക് സിംപ്ലി എഴുതാവുന്നതാണ്. സോ ഇത് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോളുക. ഒരു GPa എന്ന് പറയുന്നത് 10 raised to 3 Newton per mm square ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഇക്വേഷൻ എന്താണ്. നമ്മുടെ ഇക്വേഷൻ ഇലോങ്ങേഷൻ ഓഫ് ദി റോഡ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു PL ഡിവൈഡഡ് ബൈ
AE ആണ്. സോ P എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് ആണ്. എത്രയാണ്? 40 കിലോന്യൂട്ടൺ ആണ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡ്. ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഇറ്റ് ഇസ് ഗിവൺ ആസ് 1 മീറ്റർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1000 mm ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്? 400 mm² ആണ്. E എന്ന് പറയുന്നത് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 200 into 10⁻³ ന്യൂട്ടൺ പെർ mm². നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ഓഫ് ദി റോഡ് ഇൻ mm-ലായിരിക്കും. സോ ന്യൂട്ടണും mm-ലും ആയിരിക്കണം നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എല്ലാ വാല്യൂസും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0.5 mm ആയിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹോളോ സിലിണ്ടർ 2 meter long has an outside diameter of 50 mm and inside diameter 30 mm. If the cylinder is carrying a load of 25 kilonewton, find the stress in the cylinder. Also find the deformation of the cylinder if the value of modulus of elasticity for the cylinder material is 100 GPa. നമുക്ക് ആദ്യം ഇതിന്റെ ഓരോ പാരാമീറ്റേഴ്സും നോട്ട് ചെയ്യാം. So first parameter is a hollow cylinder is 2 meter long. So length of the cylinder is 2 meter or 2000 mm. And outside diameter is 50 mm. Outside diameter capital D എന്ന് എഴുതുന്നു. It is 50 mm. And inside diameter is 30 mm. Okay. If the cylinder is carrying a load of 25 kilonewton, the load acting on the cylinder is 25 kilonewton or 25 into 10⁻³ Newton, which is not specified whether it is a compressive or tensile. Okay. Find the stress in the cylinder. Also find the deformation of the cylinder if the value of the modulus of elasticity for the material is 100 GPa or 100 into 10⁻³ Newton per mm². ഓക്കെ, ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഒന്ന് സ്ട്രെസ് കണ്ടുപിടിക്കണം, രണ്ട് ഇതിനകത്തെ ഡിഫോർമേഷനും കണ്ടുപിടിക്കണം. സോ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് P/A ആണ്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കണം. ക്രോസ് സെക്ഷണൽ ഏരിയ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറിന്റെ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് വലിയ സർക്കിളിൽ നിന്നും ചെറിയ സർക്കിളിന്റെ ഏരിയ കുറയ്ക്കുന്നതാണ്. സോ π/4 into capital D² minus small d² ആയിരിക്കും നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഹോളോ സിലിണ്ടർ. ഓക്കെ, ആ വാല്യൂ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1257 mm² എന്ന് കിട്ടുന്നതായിരിക്കും. സോ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് the load divided by area. Okay, so load എന്ന് പറയുന്നത് എത്രയാണ്? It is 25 into 10⁻³ Newton divided by area is in mm². So area is worked out to be 1257. So the total unit of stress will be 19.9 Newton per mm². So unit is also important. So 1 Newton per mm² is also called 1 megapascal. So we can write it is 19.9 megapascal also. The second parameter നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? It is the deformation. So deformation or elongation is PL/AE. So P is external load, L is the length of the material, and A is the cross sectional area and E is the Young's modulus. എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ന്യൂട്ടണിലും mm-ലും ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിഫോർമേഷൻ വിൽ ബി ഇൻ mm ആയിരിക്കും.